നമസ്കാരം. ലോകരാഷ്ട്രങ്ങളെ നടുക്കിക്കൊണ്ട് ഇറാൻ തങ്ങളുടെ തേരോട്ടം തുടരുകയാണ്. തങ്ങളെ ദ്രോഹിക്കുന്നവരെ വെറുതെ വിടില്ല എന്ന നട്ടലുള്ള തീരുമാനം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇറാന്റെ ആക്രമണം തുടരുന്നത്. ഇപ്പോ അതാ ഇസ്രയേലിലെ ആണവ കേന്ദ്രങ്ങളിലുള്ള ഇറാന്റെ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഈ ആക്രമണത്തിൽ വൻ നാശനഷ്ടം എന്നാണ് സൂചന. അതായത് ഇസ്രയേലിന്റെ പ്രധാന ആണവ ഗവേഷണ കേന്ദ്രത്തിന് സമീപമുള്ള രണ്ട് മേഖലകളിലാണ് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വൻ നാശനഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ ആക്രമണങ്ങൾ നിരവധി ആളുകൾക്ക് പരിക്കേറ്റു, നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണു. ഈ ആക്രമണം 3 ആഴ്ച പിന്നിടുന്ന യുദ്ധത്തിലെ നിർണായകമായ ഘട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്, അല്ലെങ്കിൽ ഘടകമായി. തെക്കൻ ഇസ്രായേലിനെ ദിമോണ, അരാദ് എന്നീ നഗരങ്ങളെയാണ് ഇറാൻ ലക്ഷ്യം വെച്ചത്. ഇസ്രായേലിന്റെ അതീവ സുരക്ഷയുള്ള ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഈ മേഖലയിലാണ്. ഇറാന്റെ മിസൈലുകളെ തടയാൻ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചില്ല എന്ന കാര്യം ഇസ്രായേൽ സൈന്യം സമ്മതിച്ചിരിക്കുകയാണ്. ലക്ഷ്യസ്ഥാനങ്ങളിൽ മിസൈലുകൾ നേരിട്ട് പതിച്ചു. പരിക്കേറ്റ 10ഓളം പേരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തു. പലരുടെയും നില ഗുരുതരമെന്നാണ് വിവരം. 2 സ്റ്റേജ് ഇന്റർകോണ്ടിനേറ്റ് ബാലിസ്റ്റിക് മിസൈലാണ് ഇറാൻ പ്രയോഗിച്ചതെന്നാണ് ഇസ്രായേൽ സൈനിക മേധാവി ജനറൽ ഇയാൻ സാമിർ വ്യക്തമാക്കുന്നത്. ഇറാന്റെ മിസൈൽ ശേഷി അത്യാധുനികമാണ് എന്നും ഈ ആക്രമണത്തിലൂടെ വ്യക്തമായി. വരും ദിവസങ്ങളിൽ ആക്രമണം ശക്തമാക്കുമെന്നും യുദ്ധം ഉടനെങ്ങും അവസാനിക്കില്ല എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കു നേരെ കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ ആക്രമണം നടന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നത് ആഗോള തലത്തിൽ തന്നെ വലിയ ആശങ്ക ജനിപ്പിച്ചിട്ടുണ്ട്. അതേസമയം അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയതായാണ് വൈറ്റ് ഹൌസിലെ ഉന്നതരെ വ്യക്തമാക്കുന്നത്. തനിക്ക് സമാധാനം വേണമെന്നാണ് ട്രംപ് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. കാരണം ഈ പ്രശ്നങ്ങൾക്ക് കാരണം ഉണ്ടാക്കിയതും എല്ലാം ട്രംപ് തന്നെയായിരുന്നു. അതേസമയം ഇറാന്റെ നദാൻസ് ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം ശനിയാഴ്ച വ്യോമ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായിരുന്നു. ഉപഗ്രഹ ചിത്രങ്ങൾ അനുസരിച്ച്, അതായത് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നും ഈ തകർച്ച കൃത്യമായി വ്യക്തമാകുന്നതായിരുന്നു. നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. നേരത്തെയുള്ള ആ ആക്രമണത്തിൽ നിന്നും റേഡിയോളജിക്കൽ പ്രത്യാഘാതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസി പറഞ്ഞു വെച്ചത്. മിഡിൽ ഈസ്റ്റിലെ സൈനിക പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നതായാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. അതേസമയം അമേരിക്ക 3 ആംഫിബിയൻ ആക്രമണ കപ്പലുകളും ഏകദേശം 2500-ലധികം മറൈൻ സൈനികരും ഈ മേഖലയിലേക്ക് അയക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ ഭീഷണിയും. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിലെ വ്യോമാക്രമണങ്ങളും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെയും മറ്റൊരു ദിവസത്തിനു ശേഷം വീണ്ടും ഇത് സജീവമാകുന്നത്. എന്തായാലും എണ്ണവില വീണ്ടും ഉയർന്നതിനെ തുടർന്ന് അമേരിക്കയിൽ നിന്നുമുള്ള സമ്മിശ്ര സന്ദേശങ്ങളും എത്തുന്നുണ്ട്. ഇന്ധനവില കുതിച്ചുയരുന്നത് തടയാൻ ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമായാണ് കപ്പലുകൾ ഇതിനകം കയറ്റിയിട്ടിരുന്ന ഇറാനിയൻ എണ്ണയുടെ മേലുള്ള ഉപരോധം പിൻവലിക്കാൻ ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചതിന് പിന്നിലും. 3 ആഴ്ച പഴക്കമുള്ള യുദ്ധം അവസാനിക്കുന്നതിന്റെ ലക്ഷണങ്ങളും കാണിച്ചിട്ടില്ല. എന്തായാലും ശനിയാഴ്ച പുലർച്ചെയായിരുന്നു ഇറാൻ തങ്ങൾക്ക് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടതായും ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഇറാനെ തൊടുമ്പോൾ അതിന്റെ 10 മടങ്ങ് ശേഷിയിൽ ഇറാൻ ഇസ്രായേലിന് ആക്രമണം നടത്തുകയാണ്.